ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്റ്റാർ പാറ്റേൺസ് ആണ്. സ്റ്റാർ പാറ്റേൺ സ്ക്വയർ സ്റ്റാർ പാറ്റേൺ ആണ്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇത് ജാവാസ്ക്രിപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ കമ്പൈലറാണ് എടുത്തിരിക്കുന്നത്. VS കോഡ് നമ്മൾ പിന്നീട് VS കോഡിലേക്ക് വന്നിട്ട് നമ്മൾ ചെയ്യും. ഇപ്പോൾ ഉള്ളത് ഓൺലൈൻ കമ്പൈലർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. സ്റ്റാർ പാറ്റേൺ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ലെറ്റ് n ഈസ് ഈക്വൽ ടു 4. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറുകളുടെ എണ്ണത്തിനാണ്, എത്ര സ്റ്റാർ വേണം എന്നുള്ളതിന്. ഇപ്പോൾ റോയിലും കോളത്തിലും നമുക്കിവിടെ 4 തന്നെയാണ്. അതുകൊണ്ടാണ് n ഈസ് ഈക്വൽ ടു 4 എന്ന് കൊടുത്തിരിക്കുന്നത്. ഫോർ ലെറ്റ് I ഈസ് ഈക്വൽ ടു 0. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ വരുമ്പോൾ ലെറ്റ് റോ ഈസ് ഈക്വൽ ടു ഒരു empty string കൊടുക്കുന്നു. ജാവാസ്ക്രിപ്റ്റിൽ നമുക്കിങ്ങനെ empty string കൊടുക്കണം. അതിലേക്കാണ് നമ്മൾ സ്റ്റാർസിനെ എടുത്തു വെക്കുന്നത്. ഇത് ഔട്ടർ ലൂപ്പ്. I എന്ന് പറയുന്നത് ഔട്ടർ ലൂപ്പും J എന്ന് പറയുന്നത് ഇന്നർ ലൂപ്പുമാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ റോ പ്ലസ് ഈക്വൽ ടു നമ്മളിവിടെ സ്ട്രിങ്ങിന്റെ ഉള്ളിൽ ഈ ഇതിൽ നമ്മൾ സ്റ്റാർ കൊടുക്കുന്നുണ്ട്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലസ് ഈക്വൽ ടു എന്ന് പറയും. നമ്മളിവിടെ ആദ്യം നമ്മൾ സ്ട്രിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്തുല്ലോ. ഇതിന്റെ ഉള്ളിലേക്ക് സ്റ്റാറിനെ ആദ്യം ഇത് empty ആയിരിക്കും. അത് കഴിഞ്ഞ് ഇവിടെ ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് സ്റ്റാർ വരും. ആ സ്റ്റാർ സെക്കൻഡ് ടൈം വരുമ്പോൾ സ്റ്റാർ ഇവിടെ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ അഗെയിൻ സ്റ്റാറിനെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലസ് ഈക്വൽ ടു എന്നുള്ളത് ഉപയോഗിക്കുന്നത്. പിന്നെ ലാസ്റ്റിൽ നമുക്ക് വരുമ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ആണ് ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഈ കോഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇത് നോട്ട് പാഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട്. നമ്മൾ ഇത് കോഡാണ്. സോറി. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആദ്യം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലെറ്റ് n ഈസ് ഈക്വൽ ടു 4 കൊടുത്തു. I ഈസ് ഈക്വൽ ടു 0. നമ്മൾ 0 ആയിട്ടാണ് I ഇനിഷ്യലൈസ് ചെയ്യുന്നത്. I ഈസ് ഈക്വൽ ടു 0. I ലെസ് ദാൻ 4. 4 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു നമ്പർ ഓഫ് സ്റ്റാർസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ empty string കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇന്നർ ലൂപ്പിലേക്ക് വന്നു. ഇന്നർ ലൂപ്പ് ഫോർ ലെറ്റ് j ഈസ് ഈക്വൽ ടു 0. ഇവിടെ വന്നു j ഈസ് ഈക്വൽ ടു 0. j ലെസ് ദാൻ 4. j ലെസ് ദാൻ 4 ആണോ എന്ന് നോക്കി. ജെയുടെ വാല്യൂ അപ്പോൾ ആദ്യം നമ്മളിവിടെ ജെയുടെ വാല്യൂ നമ്മൾ 0 ആണ്. ആദ്യം ഇത് I ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് ഔട്ടർ ലൂപ്പാണ്. അവിടെ തന്നെ ഐയുടെ വാല്യൂ 4 ആണോ, I ലെസ് ദാൻ 4 ആണോ എന്ന് നോക്കി. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആയതുകൊണ്ട് I ലെസ് ദാൻ 4 ആണ്. അതുകൊണ്ടാണ് ഇത് അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ empty string കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത ഇന്നർ ലൂപ്പിലേക്ക് വന്നു. j ഈസ് ഈക്വൽ ടു 0. ഈ സ്റ്റെപ്പ് j ഈസ് ഈക്വൽ ടു 0. j ലെസ് ദാൻ 4. ഇത് j ലെസ് ദാൻ 4. j ലെസ് ദാൻ 4 ആണോ? അതെ, കാരണം ഇവിടെ 0 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു. റോ പ്ലസ് ഈക്വൽ ടു സ്റ്റാർ കൊടുത്തു. അത് നമ്മളിവിടെ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് നേരെ ഇങ്ങോട്ട് തന്നെ വരും. j പ്ലസ് പ്ലസ് ഉണ്ടോ? j പ്ലസ് പ്ലസ് ആയി. അത് കഴിഞ്ഞാൽ അപ്പോൾ എന്തായി? j പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെയുടെ വാല്യൂ ഇവിടെ 0 ആണ്. നമ്മളിവിടെ ജെയുടെ വാല്യൂ 0യിൽ നിന്ന് പ്ലസ് പ്ലസ് പറയുമ്പോൾ 1 കൂടും. അപ്പോൾ ജെയുടെ വാല്യൂ 1 ആയി. j ഈസ് ഈക്വൽ ടു 1. j ലെസ് ദാൻ 4 ആണോ എന്ന് നോക്കി. ജെയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 4 വലുതായതുകൊണ്ട് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് വന്നു. റോയുടെ ഉള്ളിലേക്ക് വന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു. j പ്ലസ് ഈക്വൽ ടു സ്റ്റാർ. അപ്പൊ നമ്മുടെ ഓൾറെഡി റോയുടെ ഉള്ളിൽ ഈ സ്റ്റാർ ഇവിടെ കിടക്കുന്നുണ്ട്. അതിലേക്ക് ഈ സ്റ്റാറും കൂടി വന്നു. അങ്ങനെയാണ് ഇവിടെ ഒന്നാമത്തെ സ്റ്റാർ, ഇത് രണ്ടാമത്തെ സ്റ്റാർ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ജെയുടെ വാല്യൂ പിന്നെയും നമ്മൾ ഈ j പ്ലസ് പ്ലസ്, കാരണം നമ്മൾ ഈ ലൂപ്പിന്റെ ഉള്ളിലാണ് ഇത് ചെയ്യുന്നത്, റോയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ j പ്ലസ് പ്ലസിലേക്ക് പിന്നെയും വരും. അപ്പോൾ j പ്ലസ് പ്ലസിലേക്ക് വരുമ്പോൾ ജെയുടെ വാല്യൂ 2 ആവും. j ലെസ് ദാൻ 4 ആണോ എന്ന് നോക്കി. അതെ. അതുകൊണ്ട് നമ്മൾ ഈ 2 സ്റ്റാർ ഉണ്ടല്ലോ, അതിലേക്ക് മൂന്നാമത്തെ സ്റ്റാറിനെയും കൂടെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറത്തേക്ക് വരും. ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ജെയുടെ വാല്യൂ 3 ആയി. j പ്ലസ് പ്ലസ് പറഞ്ഞു ജെയുടെ വാല്യൂ 3 ആയി. j ലെസ് ദാൻ 4 ആണോ? അതെ. അപ്പൊ അതുകൊണ്ട് റോയിൽ വന്നു ഇതിനെ കൂട്ടി, സ്റ്റാർസിന്റെ എണ്ണം കൂട്ടി. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ j പ്ലസ് പ്ലസ് വന്നു. അപ്പൊ എന്തായി? ജെയുടെ വാല്യൂ 4 ആയി. j ലെസ് ദാൻ 4 ആണോ നോക്കി. അല്ല.
അപ്പൊ എന്താ ചെയ്യുക, ഈ ഈ ലൂപ്പ് ഉണ്ടല്ലോ, ഇന്നർ ലൂപ്പ്, അതിന്റെ പുറത്തേക്ക് വരും. അവിടെ എന്താ എഴുതിയിരിക്കണേ, കൺസോൾ ഡോട്ട് ലോഗ് റോ എന്ന് പറഞ്ഞാൽ റോയിൽ അപ്പോൾ നമുക്ക് ആകെ 4 സ്റ്റാർ ഉണ്ട്. ഇവിടെ ഒന്നാമത്തെ സ്റ്റാർ, രണ്ടാമത്തെ സ്റ്റാർ, മൂന്നാമത്തെ സ്റ്റാർ, നാലാമത്തെ സ്റ്റാർ. ഈ 4 സ്റ്റാറും നമ്മളിവിടെ പ്രിന്റ് ചെയ്യും ഫസ്റ്റത്തെ ഇതിൽ. അപ്പോൾ ആ സമയത്ത് ഐയുടെ വാല്യൂ 0 ആണ്. ജെ നമ്മൾ ഒരു തവണ ഫുള്ള് 4 തവണ 4 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നു. ജെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ഫസ്റ്റത്തെ ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റത്തെ സ്റ്റാർ കംപ്ലീറ്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നു. എന്നിട്ട് നമ്മൾ നേരെ ഐ പ്ലസ് പ്ലസ് വരും. ഐയുടെ വാല്യൂ ഇവിടെ നമുക്ക് 0 ആയിരുന്നില്ലേ, അതിൻ്റെ കൂടെ ഐ പ്ലസ് പ്ലസ് വരുമ്പോൾ ഐയുടെ വാല്യൂ 1 ആയി. എന്നിട്ട് ഐ 4-നേക്കാളും വലുതാണോന്നും ഫോറിനേക്കാളും ചെറുതാണ്. ഐയുടെ വാല്യൂ ഇവിടെ നമുക്ക് 1 ആയി. ഐ ലെസ് ദാൻ 4 ആണോ നോക്കി. അതെ. അതുകൊണ്ട് അപ്പം എന്താണ്, നമ്മൾ എഗെയിൻ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന അതേ പ്രൊസീജിയേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇവിടെ എംപ്റ്റി സ്ട്രിങ് കൊടുത്തു. അത് കഴിഞ്ഞ് ജെ നമ്മളിവിടെ ആദ്യം ചെയ്തുല്ലോ. ജെയുടെ വാല്യൂ ആദ്യം ഇവിടെ ചെയ്ത പോലെ 0. അത് കഴിഞ്ഞ് ജെ ലെസ് ദാൻ 4 ആണോ എന്ന് നോക്കി. എന്നിട്ട് നമ്മളിവിടെ സ്റ്റാർ കൊടുത്തു. അതേപോലെ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ ചെയ്ത് ജെയുടെ വാല്യൂ നമുക്കിവിടെ ഐയുടെ വാല്യൂ നമുക്കിവിടെ വരുമ്പോൾ പ്ലസ് പ്ലസ് വന്ന് ഐ ഈസ് ഈക്വൽ ടു 4, ഐ ലെസ് ദാൻ 4 ആണോ നോക്കും. അപ്പോൾ ഇത് തെറ്റായതുകൊണ്ട്, മീൻസ് ഇതിനേക്കാളും ചെറുതല്ല, ഈക്വൽ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. ഇങ്ങനെയാണ് ഇത് കണ്ടോ, എക്സിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് കൂടുതൽ സ്റ്റാർ പാറ്റേണുകളും അറേ മെത്തേഡ്സുകളും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇനി ചെയ്തു വരാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.